എന്താ ലക്ഷ്മിയമ്മേ? നിങ്ങൾ ഇവിടെ നടക്കാൻ വന്നെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇടയ്ക്ക് ദീപയെ വിളിച്ചിരുന്നു. എന്തുപറ്റി? ഇന്നു മുതൽ ലക്ഷ്മിയമ്മ നടക്കാൻ തുടങ്ങുമായിരുന്നോ? അതേപ്പറ്റി ഒന്നും ചിന്തിക്കാനുള്ള നേരമില്ല മോളെ. ഒരുത്തൻ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലാ. എന്റെ മോളെ അപായപ്പെടുത്തുന്നതായിട്ട് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. അതേപ്പറ്റി കാർത്തിയേച്ചി ഇന്ന് രാവിലെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. അത് വെറും ഒരു സ്വപ്നമല്ലേ ലക്ഷ്മിയമ്മ? സ്വപ്നമാണെങ്കിലും അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാ മോളെ. മറ്റൊന്ന് സംഭവിക്കണം. ആരുടെയും നാശം കൊതിച്ച് നടക്കുന്നവരല്ലല്ലോ. പക്ഷേ അവൻ നശിക്കണം മോളെ. അങ്ങനെ നശിച്ചില്ലെങ്കിൽ അവൻ നമ്മുടെ എല്ലാം അന്തകനാകും. ഇങ്ങനൊരു ഭാവം ഇതുവരെ ലക്ഷ്മിയമ്മ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്കാർക്കും ഒരു ആപത്തും വരാൻ പാടില്ല. അവനിപ്പോ പരിക്കേറ്റ് കിടക്കുക. ആ പരിക്കിൽ നിന്ന് മോചനം കിട്ടിയാൽ അവൻ പോലീസിനെയും കബളിപ്പിച്ച് പുറത്തു കടക്കും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഈ സമയം യൂട്ടിലൈസ് ചെയ്യണം കിരണേ. എന്റെ അച്ഛനോട് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും കൂടി ആരെയെങ്കിലും കൊണ്ട് അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണം. ആൾക്കാരെ തല്ലുന്നതും കൊല്ലുന്നതൊന്നും നമ്മുടെ രീതിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ ദൈവം പോലും അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാ ഇങ്ങനൊരു അവസരം വന്നിരിക്കുന്നത്. അവനില്ലാതായാ പിന്നെ മറ്റുള്ളവരെയൊന്നും അത്രത്തോളം ഭയക്കേണ്ട കാര്യമില്ല. ഒരാളുടെ ജീവൻ എടുക്കാന്ന് പറഞ്ഞാ അതത്ര നിസ്സാരമല്ലല്ലോ ലക്ഷ്മിയമ്മ. കാട്ടിൽ നിന്നും പുറത്തിറങ്ങി മനുഷ്യന് ഭീഷണിയാവുന്ന മൃഗങ്ങളെ കൊല്ലാൻ ഇപ്പൊ നിയമമുണ്ട്. വിളകൾ നശിപ്പിക്കുന്ന ജന്തുക്കളെയും തടയാൻ പറ്റും. അതിനേക്കാൾ അപകടകാരിയായി ഒരുത്തനാണിവൻ. വരയും പുലിയും പുള്ളിപ്പുലിയും ഒക്കെ ഇവനേക്കാൾ താഴെ വരൂ. അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പൊ പോലീസിന്റെ സംരക്ഷണയിലാണ് അവൻ. അങ്ങനെ ഒരു പ്രതിയെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ ചെറുതായിരിക്കില്ല. അങ്ങനെ ശിക്ഷിക്കപ്പെടേണ്ടവരല്ലല്ലോ നമ്മളൊന്നും. നിങ്ങൾ ആളെ വെച്ച് എന്തെങ്കിലും ചെയ്താ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. മോനും മോളും അതുപോലെ കാർത്തികയൊക്കെ നന്നായി ജീവിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, മോളുടെ അച്ഛന്റെയും നിങ്ങളുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയ കാർത്തിക കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നത്. അവൾ ഇത്രയും കാലം വിവാഹം വേണ്ടെന്ന് പറഞ്ഞത് അവളെ വിവാഹം കഴിക്കുന്ന ആൾക്ക് പോലും ഗംഗ ഭീഷണിയാവുമെന്ന് കരുതിയിട്ടാ. ഇപ്പോഴും അങ്ങനെ ഒരു ഭയം എനിക്കും അവൾക്കും ഇല്ലാതില്ല. ആ ഭയത്തിന് കാരണമായോനെ എന്തുകൊണ്ട് ഒഴിവാക്കിക്കൂടാ? ഇത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാർത്തികയുടെ എൻഗേജ്മെന്റ് ഒക്കെ നടക്കാൻ പോകുന്ന ഈ സമയത്ത് കൈവിട്ട കളിക്ക് നമ്മൾ നിൽക്കണം. ഗംഗ പുറത്തുള്ളപ്പോ എൻഗേജ്മെന്റ് നടക്കുമെന്ന് എന്താ ഉറപ്പുള്ളത് കിരൺ? അവന്റെ തലയ്ക്ക് മുറിവ് പറ്റി കാണും. പക്ഷേ ആ മുറിവ് അവനെ തളർത്തിയോ ഇല്ലയോ എന്ന് അവന് മാത്രമേ അറിയാൻ കഴിയൂ. ഡോക്ടർക്ക് മുന്നിൽ പോലും അവൻ വേദന അഭിനയിക്കും. അങ്ങനെ ഒരുത്തനാ ഗംഗ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ലക്ഷ്മിയമ്മ രണ്ടും കൽപ്പിച്ചാണല്ലോ. പക്ഷെ ഒരു കൊലപാതകത്തിനൊന്നും നമ്മൾ കൂട്ട നിൽക്കണ്ട. ലക്ഷ്മിയമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. ഗംഗ പുറത്തുള്ളപ്പോ എല്ലാവരും സൂക്ഷിച്ചേ പറ്റും.